ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ താൻ വിജയിച്ചില്ലെങ്കിൽ UDF സ്ഥാനാർത്ഥി വിജയിക്കുന്നതായിരിക്കും നല്ലതെന്ന് PV അൻവർ. തെളിഞ്ഞ പിണറായിയേക്കാൾ നല്ലത് ഒളിഞ്ഞ പിണറായിയാണെന്നും തനിക്ക് LDF-ൽ നിന്നാണ് കൂടുതൽ വോട്ടുകൾ ലഭിക്കുക എന്നും അൻവർ പറഞ്ഞു. UDF-മായി യോജിച്ച് പ്രവർത്തിക്കാൻ ശ്രമിച്ച തന്നെ പിടലിക്ക് പിടിച്ച് പുറന്തള്ളുകയാണ് പ്രതിപക്ഷ നേതാവ് ചെയ്തതെന്ന് അൻവർ കുറ്റപ്പെടുത്തി. ഇവർ പൊതുജനത്തെ വെല്ലുവിളിക്കുകയാണ് ചെയ്തത്. അതേ ജനങ്ങൾ നേതാക്കളെയും വെല്ലുവിളിച്ചു. അതുകൊണ്ടാണ് നേതാക്കൾക്ക് ഓരോ വീടുകളിലെയും അടുക്കള നിരങ്ങേണ്ടി വന്നത്. മന്ത്രിമാരടക്കമുള്ളവർ വോട്ടർമാരുടെ കാലുപിടിച്ചാണ് വോട്ട് ചോദിച്ചത്. നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചതല്ലെന്ന് പോളിംഗ് ശതമാനം തെളിയിച്ചതായും PV അൻവർ വ്യക്തമാക്കി. കഴിഞ്ഞ പാർലമെന്റ് തെരഞ്ഞെടുപ്പിൽ 61% പോളിംഗ് നടന്നിടത്ത് ഇത്തവണ പ്രതികൂല കാലാവസ്ഥ നിലനിന്നിട്ടും 75% പോളിംഗ് നടന്നത്. ഇത് കാണിക്കുന്നത് തെരഞ്ഞെടുപ്പ് ജനങ്ങൾ ആവേശത്തോടെയാണ് കണ്ടതെന്നാണ്. സ്ത്രീ വോട്ടർമാരുടെ വലിയ പിന്തുണയാണ് തനിക്ക് കിട്ടിയതെന്ന് ശതമാനക്കണക്കുകൾ ഉദ്ധരിച്ചുകൊണ്ട് അൻവർ പറഞ്ഞു. താൻ രാജിവെച്ചപ്പോൾ ഉയർത്തിപ്പിടിച്ചത് മണ്ഡലത്തിലെ സാധാരണക്കാരുടെ നിലനിൽപ്പിന്റെ പ്രശ്നമാണെന്നും അതിനുള്ള വോട്ടാണ് ലഭിക്കുകയെന്നും അൻവർ പറഞ്ഞു. കേരളം ഇന്ന് തുറന്നിട്ട മൃഗശാലയാണ്. വനഭേദഗതി നിയമത്തെക്കുറിച്ച് മന്ത്രി ഒരക്ഷരം മിണ്ടുന്നില്ല. തെരഞ്ഞെടുപ്പ് കാലത്ത് നിലമ്പൂരിലെയും കേരളത്തിലെയും പ്രശ്നങ്ങൾ പറയാതെ ഇസ്രായേലിലെ വിഷയങ്ങളും അമേരിക്കയുടെ പ്രശ്നങ്ങളുമാണ് മുഖ്യമന്ത്രി പറഞ്ഞത്. കള്ളന്റെ കയ്യിൽ താക്കോലേൽപ്പിക്കുന്നതിന് തുല്യമാണ് ADGPക്ക് പുതിയ പദവി കൊടുക്കുന്നത്. ജില്ലയിലെ മുൻ പോലീസ് മേധാവിയെ കാട്ടുകള്ളനെന്നും ഇൻബോൺ ക്രിമിനലെന്നുമാണ് അൻവർ വിശേഷിപ്പിച്ചത്. വയനാട് പുനർനിർമ്മാണത്തിന് 776 കോടി രൂപ ജനങ്ങൾ പിരിച്ചു നൽകിയത് ആകെയുള്ള ആവശ്യക്കാർക്കായി വീതിച്ചു നൽകുകയാണ് വേണ്ടത്. ഒരു വർഷമായിട്ടും വാടക പോലും കൊടുക്കാതെ ദുരിതബാധിതരെ കൂടുതൽ ദുരിതത്തിലാക്കുകയാണ്. പിണറായി സത്തിന്റെ തകർച്ച നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലൂടെ തുടങ്ങുമെന്നും അൻവർ കൂട്ടിച്ചേർത്തു. വാർത്താ സമ്മേളനത്തിൽ തന്നെ സഹായിച്ച വോട്ടർമാരോട് PV അൻവർ നന്ദി പറഞ്ഞു. ആരാ പറയാനുള്ളത്? 1.25 കോടി ഉറുപ്പിക കൊടുക്കാൻ ജനങ്ങൾ കൊടുത്ത പൈസ കയ്യിലുണ്ടായിട്ട് ജനങ്ങൾ കൊടുത്ത പൈസ ഉണ്ടായിട്ട് ആ ചെക്ക് എഴുതി കൊടുത്ത് ഒരാഴ്ച കൊണ്ട് ഈ പ്രശ്നം തീർക്കാം. ആ മനുഷ്യര് ഈ 15 ലക്ഷം ഉറുപ്പിക വാങ്ങിപ്പോയി. ഊരാളുങ്ങൾ സൊസൈറ്റിക്ക് കൊള്ളയടിക്കാനാ അവിടെ മറ്റൊരു കരാറ് 3000 റുപ്യ സ്ക്വയർ ഫീറ്റിന്. അത് ജനങ്ങൾ പ്രശ്നം ഉണ്ടാക്കിയ 2000 എന്ന് പറഞ്ഞു. ഭൂമി കച്ചവടം വലിയ കച്ചവടം. ഞാൻ അന്നേ പറഞ്ഞു, ഈ ആളുകളെ മുഴുവൻ ഒരു സ്ഥലത്ത് കുടിയിരുത്തണമെന്ന എന്താ ഇത്ര വാശി? ഒരാൾക്കും വേണ്ടാത്ത എസ്റ്റേറ്റ് തൊള്ളയിൽ കൊണ്ട് വില കൊടുത്ത് വാങ്ങി. എന്നിട്ട് അവർക്ക് കോടതി പോകാനുള്ള സൗകര്യം ഉണ്ടാക്കി കൊടുത്തു. കോടതി വീണ്ടും വില കൂട്ടിക്കൊടുത്തു. കാരണം ആദ്യത്തെ വിധിയിൽ തന്നെ പറയുന്നുണ്ട്, കാരണം നിർബന്ധപൂർവ്വം എടുക്കുകയാണ്, അവരെ സമ്മതമില്ലാതെ എടുക്കുന്നത്. നിർബന്ധപൂർവ്വം എടുക്കുമ്പോൾ മാന്യമായ വില കൊടുക്കണം എന്ന് ഹൈക്കോടതി പറയും. നിയമം അങ്ങനെയാണ്. ഒരു ക്രൈസിസ് മാനേജ് ചെയ്യാൻ ഗവൺമെന്റിന് എന്തും ഏറ്റെടുക്കാം. ഗവൺമെന്റിന് ആ ലാൻഡ് മാത്രമേ പറ്റുള്ളൂ. ഞാൻ ആദ്യം പറഞ്ഞു, മരുമകനും എസ്റ്റേറ്റ് ഉടമകളും തമ്മിൽ എന്താ പറയാ അണ്ടർസ്റ്റാൻഡിങ് ആണ്. സ്വാഭാവികമായും കോടതി പറഞ്ഞു അവർ പറയുന്ന വില നിങ്ങൾ കൊടുക്കണം. സർക്കാർ നിശ്ചയിച്ച വില പോരാറിനപ്പോൾ സുപ്രീം കോടതിക്ക് പോയതാ. 10000 റുപ്യ സെന്റിന് ലക്ഷക്കണക്കിന് ഏക്കർ ഭൂമി വയനാട്ടിൽ കിട്ടാനുണ്ട്. പിണറായിക്ക് വേണമെങ്കിൽ ഞാൻ കൊടുക്കാം. ഇപ്പം 50,000 ക്ലോസ് ചെയ്തു. 1 ലക്ഷം സെന്റിന് വേണമെന്നാ പറഞ്ഞത്. സുപ്രീം കോടതി അലൗ ചെയ്യും. കാരണം ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട് അവരെ നിങ്ങൾ ഫോഴ്സ്ഫുള്ളി എടുക്കുന്ന ലാൻഡാണ്, അതുകൊണ്ട് മാന്യമായ വില കൊടുക്കണം എന്ന് പറഞ്ഞാൽ എത്ര കോടി അടിച്ചു മാറ്റണം? അതിന് പുറമെയാണ് ഇപ്പം ഇത്. ഒരു കൊല്ലമായി വാടക കൊടുക്കാറുണ്ട്. തെരഞ്ഞെടുപ്പിന്റെ മൂർധന്യത്തിൽ വാടകക്ക് സമരം ചെയ്യുക പാവങ്ങള്. മനസ്സിലായോ? 18 രോഗികളുണ്ട് ഡയാലിസിസ് ചെയ്യുന്നത്. ഒരു പൈസയും കൊടുത്തിട്ടില്ല, വാടക കൊടുക്കുന്നില്ല, ഭക്ഷണം കൊടുക്കുന്നില്ല, കുട്ടികൾക്ക് വിദ്യാഭ്യാസ സൗകര്യം ഏർപ്പാട് ഒന്നുമില്ല. ഈ 777 മൂപ്പര് പോക്കറ്റിലിട്ടിട്ട് അതിനെ കൊള്ളടിച്ച് 103 ഇപ്പൊ പുറത്തേക്ക് പോയി. ഞങ്ങള് ഇന്നത്തെ പത്രത്തിൽ വാർത്ത PV അൻവർ പറഞ്ഞുകൊണ്ടേയിരിക്കും. ഇത് പറയാതിരിക്കാൻ പറ്റുമോ? ഇതിലും വലിയ ഒരു എന്താ പറയാ മനുഷ്യത്വ വിരുദ്ധ പ്രവർത്തനം എന്താ? ആരെങ്കിലും ചോദിക്കാനുണ്ട്? ആരെങ്കിലും? എവിടെ പ്രതിപക്ഷ നേതാവ്? എന്താ ഇടപെടാത്തത്? ഈ അജിത് കുമാറിന്റെ വിഷയത്തിൽ ഈ കത്തയച്ചതിന് ശക്തമായ നിലപാട് സ്വീകരിക്കണം ഞാൻ പേഴ്സണലായി വിളിച്ചു പറഞ്ഞ ഉണ്ടായോ? അപ്പൊ എവിടെയാ ഈ നെക്സസ്? ഒരാളുമില്ല. ജനങ്ങൾ അന്തം വിട്ട് നടക്കുക. എന്താ പ്രതിപക്ഷത്തിന്റെ ഉത്തരവാദിത്തം? എന്താ നിർവഹിക്കാത്തത്? ഇപ്പൊ 104 ഇത് പോയി. ഇപ്പോ ഒരു 4 മാസം മുമ്പ് നിലമ്പൂരിൽ ഈ പറയുന്ന 10 വീടുകൾ KMCC ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടായിരുന്നു.
അതിൽ ബഹുമാനപ്പെട്ട സാദിഖ് അലി തങ്ങളും കുഞ്ഞാടി സാഹിബ് ഒക്കെ ഇതിൽ പങ്കെടുത്താണ്. പോത്തൽ പഞ്ചായത്ത് ഞാനിതിൽ പങ്കെടുത്തിരുന്നു, എന്നെ ക്ഷണിച്ചിട്ട്. അന്ന് ഞാൻ പറഞ്ഞു ലീഗ് നേതൃത്വത്തിനോട്, കുഞ്ഞാടി സാഹിബിനോട്, ദയവായി ഈ കൊള്ളയടിക്ക് ഊരാളിൻ്റെ കൊള്ളയടിക്ക് നിങ്ങൾ നിൽക്കരുത്. പബ്ലിക്കായിട്ടാണ് പറഞ്ഞത്. ഓക്കെ അല്ലേ? ലൈറ്റിന് കുറവല്ലേ ഉള്ളൂ. പബ്ലിക്കായിട്ടാണ് ഞാൻ പറഞ്ഞത്. ആ പബ്ലിക്കായി പറഞ്ഞു. അവരത് ഗൗരവമായി കണക്കിലെടുത്തു. 100 വീടിന് സ്ഥലം കണ്ടെത്തി അവിടെ പണി തുടങ്ങി. എന്ന് പറഞ്ഞാൽ 104 വീട് ഇതും 100 വീട് KMCസിൻ്റെ വീടും എത്രയായി? 204 വീടായി. ഇനി പിണറായി കൊടുക്കേണ്ട ആകെ 200 വീടാ. ആ 200 വീടിന് ഈ 767 കോടി ഉറുപ്പിക ജനങ്ങൾ കൊടുത്തിട്ടുണ്ട്. എന്താ ഇതിലൊന്നും ഇടപെടാത്തത്? എന്താണ് പ്രതിപക്ഷ നേതാവ് എവിടെ കിടന്നുറങ്ങാണ്? അപ്പൊ ഇങ്ങനെയുള്ള കാര്യങ്ങൾ PV അൻവർ പറയുമ്പോൾ PV അൻവർ എന്താണ് അധിക പ്രസംഗി, അഹങ്കാരി. അപ്പോ ഇത്രയും കാര്യങ്ങളാണ് ഇതിൽ വിശദീകരിക്കാനുള്ളത്. ബാക്കി കാര്യങ്ങൾ ജനങ്ങൾ അവരെ തീരുമാനം എടുത്തിട്ടുണ്ട്. ഞാൻ വീണ്ടും അടിവരയിട്ട് പറയാണ്. നിങ്ങൾ ചോദിക്കുന്നുണ്ട് 75,000 വോട്ട് കിട്ടും, എവിടുന്നാണ്? ഞാൻ സർവശക്തനായ ദൈവത്തെ വിശ്വസിക്കുന്ന ആളാണ്. ഇപ്പം ഈ വയനാട്ടിലെ ദുരിതം അനുഭവിക്കുന്ന ആളുകളെ പോലെ തന്നെയാണ് ഈ മലയോര മേഖലയിലെ 1.5 കോടിയോളം ജനങ്ങൾ. അതിൽ 1 കോടി ജനങ്ങളുടെ കാര്യം എടുക്കാനില്ല. ഏത് സമയം ജീവൻ നഷ്ടപ്പെടുമെന്ന് അറിയാനില്ല. ഭയത്തിൻ്റെ മുൾമുനയിൽ ജീവിക്കുന്ന ഒരു വിഭാഗമായി മാറി. കൃഷി ചെയ്യാൻ ഒരു മാർഗവുമില്ല. ആ മനുഷ്യരുടെ ഹൃദയം തൊട്ട പ്രാർത്ഥന ആകാശത്തേക്ക് പോയിട്ടുണ്ട്. അതിനൊരു ഉത്തരമുണ്ടാകും എന്ന് തന്നെ ഞാൻ കണക്കാക്കുന്നത്. നിലമ്പൂരിലെ ജനങ്ങൾക്കത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ PV അൻവർ 75,000 വോട്ടിന് ജയിക്കും. അല്ലാതെ ഇതിൽ വേറെ മാജിക്കൊന്നുമില്ല. 50% ആളുകൾ രാഷ്ട്രീയത്തിനതീതമായി ഈ വിഷയം ഉൾക്കൊണ്ട് ചിന്തിക്കുന്നുണ്ടെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. അവരുടെ മുന്നിലേക്കാണ് ഞാൻ ഇറങ്ങി തന്നത്. അവരുടെ ജീവന്റെ പ്രശ്നമാണ്, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നമാണ്. അവൻ്റെ ജീവന്റെ പ്രശ്നം, അവരുടെ ജീവിതത്തിന്റെ പ്രശ്നം മാറ്റിയിട്ട് ഞാൻ കോൺഗ്രസ് ആണ്, ഞാൻ CPM ആണ് എന്ന് പറഞ്ഞിട്ട് വോട്ട് ചെയ്യുന്നവരാണ് മുഴുവൻ ആളുകളെങ്കിൽ ഐ ആം ഹെൽപ്ലെസ്. ഒരു മനുഷ്യന് ചെയ്യാവുന്നതിൻ്റെ പരമാവധി കാര്യങ്ങൾ ഇത്തരം വിഷയങ്ങളിൽ പണ്ട് മുതലേ ഞാൻ ഇടപെട്ടിട്ടുണ്ട്, ഇപ്പോഴും ഇടപെട്ടുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ അതിൻ്റെ ഒരു ഉത്തരം ഈ പറയുന്ന തിങ്കളാഴ്ച ഉണ്ടാകും. ന്യൂസ് ബ്യൂറോ, നിലമ്പൂർ. സ്വന്തം ഹൈസ്പീഡ് ഇന്റർനെറ്റ്, നമ്മുടെ സ്വന്തം ഇന്റർനെറ്റ്.